കാവ്യമുണ്ടല്ലോ, ദ റോഡ് നോട്ട് ടേക്കൺ. ഏത് വഴിയിലൂടെ ഞാൻ പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു വഴി ആൾക്കാർ നടന്ന് കാൽപാദങ്ങൾ പതിഞ്ഞ് കല്ലും മുള്ളുമൊക്കെ മാറി നടവഴിയായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്ന വഴിയാണ്. മറ്റേ വഴി അധികം ആരും സഞ്ചരിക്കാത്ത കൊണ്ട് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലാണ്. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുകയാണ്. ഉദ്ധാനം ചെയ്തവനായ ക്രിസ്തുയേശുവിന്റെ ധന്യതിരുനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 6ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 13ാം അധ്യായത്തിലെ 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വേദവായന ഭാഗത്തിനായിട്ട് പിതാക്കന്മാര് നമുക്കായിട്ട് ഉപകരിച്ചിരിക്കുന്നത്. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള പെന്തക്കോസ്തിക്ക് ശേഷമുള്ള നാളുകളിൽ പ്രധാനമായിട്ടും താൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് വായിച്ചു കേട്ടുകൊണ്ടിരുന്നത്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ, സിനോപ്റ്റിക് ഗോസ്പൽസിലെല്ലാം പറഞ്ഞിരിക്കുന്ന അപ്പം കൊണ്ടും മീൻ കൊണ്ടും ജനങ്ങളെ, തൻ്റെ കൂടെ വന്ന ജനങ്ങളെ പോഷിപ്പിച്ചവനായ ക്രിസ്തു താൻ തന്നെ ജീവന്റെ അപ്പമാവുന്നെന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടിട്ടുള്ളത്. ഇവിടെ ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിക്കുന്ന ക്രിസ്തുവിനെയാണ് കാണുന്നത്. രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് പലരും അവന്റെ പിന്നാലെ വരുന്നതായിട്ട് ഈ ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളെ ചിന്തകന്മാരെ പറയാറുണ്ട്, happiness is not at the end of the journey, but it is all along the way. Happiness is not at the end of the journey, but it is all along the way. ജീവിതത്തിൽ ദൈവികമായ കൃപകളെ പ്രാപിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നനച്ചുകൂടാതെ വന്നുകൂടുന്ന പ്രതിബന്ധങ്ങളെ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം എങ്ങനെ സാധിക്കുമെന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ വേദവായന ഭാഗത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇടുങ്ങിയ വാതിൽ കൂടി പ്രവേശിക്കുവാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്രിസ്തു ഓർപ്പിക്കുന്നത്, നമ്മുടെ ആരാധനയിൽ പ്രധാനമായിട്ട് ഒരു പാട്ടുണ്ട്, ജീവകരം മൃതികരം എന്നേവം എന്ന് പറഞ്ഞുകൊണ്ട് പിതാക്കന്മാർ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേവാ നൂതനമാ ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാക്ഷിച്ച ദുഷ്ടാത്മാവോടു പടവെട്ടി ജയമോടേറി പറയുന്നു, ആവശ്യക്കാർക്കാശ്രയവും റോബർട്ട് ഫോസ്റ്റിന്റെ മനോഹരമായ ഒരു കാവ്യമുണ്ടല്ലോ, ദ റോഡ് നോട്ട് ടേക്കൺ. ഒരുപക്ഷെ അത് വായിച്ചിട്ടില്ലാത്ത ആരും തന്നെ കാണത്തില്ല. ഒരിക്കലെങ്കിലും അതിന്റെ കാവ്യാത്മക ഭംഗിയിൽ മയങ്ങാത്തവരായിട്ട് ആരുമില്ല. ദ റോഡ് നോട്ട് ടേക്കണില് റോബർട്ട് ഫോസ്റ്റ് പറയുന്നത്, ആംഗലേയ എഴുത്തുകാരൻ പറയുന്നത്, he was traveling and reached at a point. The two ways are there. He was very much confused which way I should choose. ഏത് വഴിയിലൂടെ ഞാൻ പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു വഴി ആൾക്കാർ നടന്ന് കാൽപാദങ്ങൾ പതിഞ്ഞ് കല്ലും മുള്ളുമൊക്കെ മാറി നടവഴിയായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്ന വഴിയാണ്. മറ്റേ വഴി അധികം ആരും സഞ്ചരിക്കാത്ത കൊണ്ട് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലാണ്. And finally the point is decided to travel that the others the road less travel. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ തന്നെ ഒരു കാവ്യാത്മക ഭാഗത്തിലാണ് പിതാക്കന്മാർ ഈ ഭാഗത്തിൽ നിന്നുകൊണ്ട് ഓർപ്പിക്കുന്നതാണ്, 2 വഴികളിലൂടെ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. അത് ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് ഇറ്റ് ഈസ് യുവർ വിൽ ആൻഡ് യുവർ വിഷ്. ആൻഡ് വിത്ത് ദ വിൽ പവർ, the free will concept is there. The Lord has, when God created human being, He has given the image and likeness of God to every human. And He has given a free will to choose the best. നമുക്കൊക്കെ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി നൽകിയിരിക്കുകയാണ്. എന്ത് പള്ളിയിൽ വരാനും വരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആരാധനയിൽ സംബന്ധിക്കുവാനും സംബന്ധിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾക്കുണ്ട്. So the free will, how we are understanding and implementing
the values of kingdom values in our day-to-day life. അതാണ് പ്രധാനമായിട്ടും ഓർമ്മിക്കേണ്ടത്. വിഖ്യാത ചിന്തകനായ ഡീട്രിഷ് ബോൺഹോഫർ പറയുന്നുണ്ട്, ദൈവം ചിലർക്കൊക്കെ അദൃശ്യനാണ്. ഇങ്ങനെയുള്ള ജീവിതത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ദൈവം അദൃശ്യനാണ്. എന്താണ്? God is invisible. He is invisible. Why is invisible? If there is no one to work for him, if there is no one to witness him in this world, God is invisible. ദൈവം അദൃശ്യനാണ്. അവന് വേണ്ടി പ്രവർത്തിക്കുവാനും അവന് വേണ്ടി ജീവിക്കുവാനും മനുഷ്യരില്ലാത്ത കാലത്തോളം ദൈവം അദൃശ്യനാണെന്ന് പറയുകയാണ്. 39-ാമത്തെ വയസ്സിൽ നാസി പട്ടാളക്കാരാല് നഗ്നനായിട്ട് തൂക്കിലക്കപ്പെടുമ്പോൾ അദ്ദേഹത്തോട് അവർ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ലാസ്റ്റ് വിഷ്? എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം? അദ്ദേഹം പറഞ്ഞു, ഐ വാണ്ട് ടു പ്രേ. എനിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുകയാണ്. അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ്. അദ്ദേഹത്തിന്റെ മരണം രേഖപ്പെടുത്താമെന്ന് അവർ എഴുതി വെച്ചു. ഇത്രമാത്രം തീഷ്ണതയുള്ള ഒരു ദൈവഭക്തനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനിയിൽ നിന്നും 1930-കളുടെ ആരംഭത്തിൽ അമേരിക്കയിൽ വന്ന് തിയോളജിയൊക്കെ പഠിച്ച് 2ാം ലോക മഹായുദ്ധ കാലത്ത് ഇവിടെ തന്നെ നിൽക്കാതെ വീണ്ടും തന്റെ നാട്ടിൽ പോയി തന്റെ സുവിശേഷം അറിയിച്ച് അങ്ങനെ 5 വർഷത്തോളം ജയിലിൽ കിടന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്രകാരം ദുർഘടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച അനേകം വ്യക്തികൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ പാതകൾ സുഗമമാണ്. Our ways are very easy. It is very easy to travel. We are all the comfort zones. We don't want to go out of the comfort zone. And what is the liturgy after the liturgy? ഈ ആരാധനയ്ക്ക് ശേഷമുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാണ്? അതുകൊണ്ടാണ് ദൈവം ഇവിടെ ഡീട്രിഷ് ബോൺഹോഫറിന്റെ ചിന്തകളിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്, ദൈവം അദൃശ്യനാണ്. നമുക്ക് ദൈവം അദൃശ്യനാണോ ദൃശ്യനാണോ? For most of us, God is still invisible. For most of us, God is still invisible. പക്ഷെ നമുക്ക് ആ ദൈവം സജീവനാണ്. ഈ ജീവന്റെ മേശയിൽ അപ്പവീഞ്ഞുകളിൽ നമ്മൾ അവനെ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇവിടെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സ്നേഹത്തിന്റെയും അതുപോലെ ആവരണങ്ങളാലാണ് പ്രധാനമായിട്ടും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആടകളാലാണ് എപ്പോഴും അവരെ ആവരണം ചെയ്തിരിക്കുന്നത്. ചിന്തകന്മാർ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ ഭാഗത്തുനിന്നോട് പറയുകയാണ്, എന്താണ് നമുക്കായിട്ട് വേണ്ടത്? എനിക്ക് കൂടുതലൊന്നും വേണ്ട. പ്രാർത്ഥിക്കാനൊരു പുസ്തകം, മുട്ടുകുത്താനൊരു പായ, പിന്നീട് വായിക്കാൻ ഒരു തുറന്നിട്ടൊരു ജാലകം, ഇത്രയും മതിയെന്നാണ് ലോകം കണ്ട വലിയ വ്യക്തികളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വേണ്ടത്? എനിക്ക് പ്രാർത്ഥിക്കാനൊരു ഒരു പുസ്തകം, വായിക്കാനൊരു പുസ്തകം, മുട്ടുകുത്താനൊരു പായ, പിന്നീട് എനിക്ക് വേണ്ടത് തുറന്നിട്ടൊരു ജാലകം. ഈ ലോകത്തെ കാണുവാൻ തക്കവണ്ണം, സമസ്ത ജീവജാലങ്ങളെ കാണുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ കൃപയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ ഓർപ്പിച്ചത്, ഹാപ്പിനെസ് ഈസ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ജേർണി, ഇറ്റ് ഈസ് ഓൾ അലോങ് ദ വേ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ കാണുന്നത്, നീ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക, എന്തെന്നാൽ ഹെറോദാവ് നിന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ യേശു അതിന്റെ ഉത്തരവും ആ ഒരു ചിന്തകളും കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകം നമ്മളെ പഴിക്കുമെന്ന് അറിയുമ്പോൾ മാറി നടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഏറെ പേരും. ഒരു പക്ഷേ നമ്മളെ കല്ലുകള് എറിയപ്പെടുമ്പോൾ അതിൽ നിന്ന് മാറുവാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുന്നത്. ചിന്തകന്മാർ വീണ്ടും പറയാറുണ്ട്, ഏറുകൾ അനുമതി മന്നിയിടട്ടെ, അതിൽ പക്ഷേ കലകൾ ഇനിയും ഞാൻ ഫലങ്ങൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുന്നത്. അത് ഫലങ്ങളുള്ള ഒരു വൃക്ഷശിഖരം എപ്പോഴും താഴേക്ക് അത് ചാഞ്ഞു നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫലങ്ങൾ ഏറുമ്പോൾ, ഗുണവും മേന്മയും ഏറുമ്പോൾ കുറച്ചുകൂടി താഴ്മയുണ്ടായി തീരുമെന്നാണ് ഓരോ വൃക്ഷവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഫലങ്ങൾ ഏറി വരുമ്പോൾ അതിന്റെ ശിഖരങ്ങൾ താഴ്ന്നു വരും. ഇവിടെ യെരുശലേമിൽ താൻ പോകുമ്പോൾ താൻ കൊല്ലപ്പെടുമെന്നും വധിക്കപ്പെടുമെന്നും ഒക്കെ അറിഞ്ഞിട്ട് കൂടി ക്രിസ്തു അവരെ ധൈര്യപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ ഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരുമ്പോൾ തരണം ചെയ്യാൻ തക്കവണ്ണം നമ്മൾ ഈ ലോകത്താലുള്ള എല്ലാം കൂട്ടപ്പെടാതെ വരുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ഒരു പ്രയാസവും പ്രതിബന്ധവും ഒരു ദുർഘട ഘട്ടങ്ങളിൽ നമ്മൾ ചെന്നുപെടുമ്പോൾ ആദ്യം നമ്മൾ we will try to solve it by our own capacities. If there is a problem occurs, what the human tendency is that we will try all the ways to solve it. But ultimately, if that is not happen, we will come to the church and pray to the Lord. This is our human nature.
But it should not be like, it should be an opposite way. Whenever you are confronting any problem, first you have to seek the guidance of the God. You have to come to the church. You talk to the Lord and find a solution. അവിടെയാണ് ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ വരുന്ന വാഴ്ത്തപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ സമ്മിശ്രമായ ചിന്തകളാൽ അടങ്ങിയിരിക്കുന്ന ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് 2-3 ചിന്തകൾ മാത്രമേ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചുള്ളൂ. ഒന്നാമതായിട്ട്, ഹാപ്പിനെസ് ഈസ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ജേർണി. ജീവിതത്തിന്റെ ഓരോ ദിവസവും സന്തോഷവും പ്രയാസവും പ്രതിബന്ധങ്ങളും വരുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവികമായ കൃപയാണ് നമുക്ക് ലഭിക്കേണ്ടതെന്ന് ഓർപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്, ദൈവം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സ്നേഹത്തിന്റെയും അതുപോലെ കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ ആവരണങ്ങളാൽ, അമ്പരങ്ങളാൽ, വസ്ത്രങ്ങളാൽ പൊതിയപ്പെടുമെന്നുള്ളതാണ്. മൂന്നാമായിട്ട് ഓർപ്പിച്ചത്, ഏത് പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദ റോഡ് നോട്ട് ടേക്കൺ എന്ന റോബർട്ട് ഫോസ്റ്റിന്റെ കവിതയിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് എന്താണ്? ദുർഘടമാർഗങ്ങളിലൂടെ പോകുവാൻ തക്കവണ്ണം ഒരുപക്ഷെ ദൈവം നമ്മളിലൂടെ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം. അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കുവാനും ദൈവഹിതത്തിന് വിധേയപ്പെടുവാനും ഇടയാകണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം നമ്പുരാൻ നിങ്ങളെവരുടെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.